ബിഗ് ബോസിലൊന്നും പോരുന്നത് ഭയങ്കര സൊസൈറ്റി നമ്മളെ വിലയിരുത്തലും ഒക്കെ ആയിട്ടൊക്കെ ഒരു ജഡ്ജ്മെന്റ് നടക്കുന്നു. നമുക്ക് സ്വാഭാവികമായി ഫൈറ്റ് ചെയ്ത് പറ്റും. ആക്രമിക്കേണ്ടി വന്നാൽ ആക്രമിക്കാം. പോയാലും അവന്റെ ജീവിതം ഇവനെ കിട്ടിക്കഴിഞ്ഞാൽ അവർ ലവ് സ്ട്രാറ്റജി അടിക്കും. അപ്പൊ ഇവർ ചോദിക്കും, പിന്നെ നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ പോയിട്ട് കട്ടിലും സോഫയിലും ആയിട്ട് കിടന്നതല്ലേ ഉള്ളൂ. ചേട്ടാ, ഇത്തവണ ബിഗ് ബോസിൽ ആര് പോകും എന്ന് എന്തെങ്കിലും ഒരു പ്രഡിക്ഷൻ ഉണ്ടോ? പോയാലും അവന്റെ ജീവിതം രക്ഷപ്പെടും. എന്ത് സംശയമുണ്ടോ? എന്നെ സംബന്ധിച്ച് അങ്ങനെ തന്നെയാണ്. ഞാൻ ബിഗ് ബോസിൽ പോകുന്നത് വരെ എന്നെ തിരുവനന്തപുരം സർക്കിളിലുള്ള മലയാളികൾക്കാണ് അറിയാമായിരുന്നത്. അത് കഴിഞ്ഞപ്പോഴാണ് ഗ്ലോബൽ മലയാളികളിലേക്ക് എത്തിയത്. പലരും പറയും ഈ ബിഗ് ബോസിലൊന്നും പോരുന്നത് ഭയങ്കര പ്രശ്നം. അങ്ങനല്ല. ഒരവസരം വന്നാൽ ലൈഫിൽ ഒരിക്കൽ മാത്രം വരുന്ന അവസരമാണ്. ഉറപ്പായിട്ടും പോകണം. അതിനകത്തുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് മെസ്സേജ് ചെയ്താൽ അങ്ങനെ പോകണോ? എനിക്കൊരിക്കൽ ഓഫർ വന്നതാണ്, പോയില്ല. വർക്കും കാര്യങ്ങളും ഒരു വർക്ക് ചെയ്തോണ്ടിരിക്കും. ആദ്യം കഴിച്ചിട്ട് പോകണം ശരിയില്ല. നമുക്ക് ഇനി അവസരങ്ങൾ വരും. മിഥുൻ ചേട്ടൻ പോയി കഴിഞ്ഞാൽ എന്ത് സ്ട്രാറ്റജി ആയിരിക്കും എടുക്കുന്നത്? ആദ്യം അവിടെ എത്തിട്ട് പിന്നെ സ്ട്രാറ്റജി പോകും. ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവർ ലവ് സ്ട്രാറ്റജി അടിക്കും. ഓരോ സീസണിൽ പറഞ്ഞ ലവ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നമ്മള് തയ്യാറായില്ലെങ്കിലും അവരാ ട്രാക്ക് ഏതെങ്കിലും തരത്തിൽ തയ്യാറാകില്ല. ലാലേട്ടനൊക്കെ വീക്കെൻഡിൽ വന്നെന്ന് പറയുന്ന കേട്ടിട്ടില്ലേ? മോനെ നിനക്ക് എന്തോ അവളോടൊരു ചെറിയ രസമാണത് ഈ പറഞ്ഞാല്. പിന്നെ ഇതുവരെയുള്ള സീസൺസ് നോക്കിയാലുവേ ഇതിനകത്ത് നമുക്ക് ലവ് സ്ട്രാറ്റജി കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടമാണ് അല്ലേ? നമുക്ക് എത്രയോ ബന്ധങ്ങൾ പേളിമാണിയുടെയൊക്കെ മലയാളി എത്രയോ ഒരു പ്രാവശ്യം എന്താണ് ചക്ക വീണ് മൊയില് എന്ന് പറഞ്ഞ പോലെ അതിനുശേഷവും മൊയിലൊക്കെ ചത്തിട്ടുണ്ട്. നിങ്ങളത് ആഘോഷിക്കില്ല എന്നേ തോന്നുന്നു. എനിക്കിടുന്നത് എങ്ങനെയാണ് എത്രയോ മൊയില് പിന്നെയും ചത്തു. പക്ഷെ അവിടെ നിന്ന് പ്രണയം പൂവിട്ടതുപോലെ തന്നെ പ്രണയമായിട്ട് ചെന്ന ആളുകൾ അത് കൊഴിച്ചും വിട്ടു. അതാണ് ഏറ്റവും വലിയ ഒരു സങ്കടകരമായ കാര്യം. എനിക്ക് തോന്നുന്നു ആ സിനാരിയോ എന്ന് പറയുന്നത് പരസ്പരം തിരിച്ചറിയപ്പെടലും സൊസൈറ്റി നമ്മളെ വിലയിരുത്തലും ഒക്കെ ആയിട്ടൊക്കെ ഒരു ജഡ്ജ്മെന്റ് നടക്കുന്നു. ചിലത് പാസ് ഔട്ട് ചെയ്യും. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കുന്നിരിക്കുന്നത്. ചിലർ ആ വലിയ എക്സാം പാസ്സാവും, ചിലർ ആ എക്സാം തോറ്റും. പക്ഷെ അതിനകത്തുനിന്ന് ഉണ്ടാകുന്ന ബന്ധങ്ങളുണ്ടല്ലോ. ഇപ്പോൾ 5 വർഷമായി നമ്മുടെ സീസൺ കഴിഞ്ഞിട്ട് ആ ബന്ധങ്ങൾ ഭയങ്കര നിലനിൽക്കുക. ശത്രുതയാണെങ്കിലും അതിനകത്ത് നമ്മൾ ഏതൊക്കെ തരത്തിൽ കണ്ടെങ്കിലും പക്ഷെ പുറത്തിറങ്ങുമ്പോൾ അതൊരു തമാശയാണ്. എല്ലാവർക്കും മാത്രമല്ല നമുക്ക് അതിനൊരു ടൈമുണ്ട്. ഞാൻ മറന്നുപോയി. സൈക്കോളജിക്കലി നമ്മൾ കുറേ മനുഷ്യർ ഒരുമിച്ച് സർവൈവ് ചെയ്യുന്ന ഒരു ഏരിയയിൽ ഒരുമിച്ച് താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മബന്ധം. ആ ആത്മബന്ധത്തിന് ഒരു സുഖമുണ്ട്. അതെല്ലാ കണ്ടസ്റ്റൻസും തമ്മിലുണ്ടെന്ന്. ശരി, അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇക്കയുടെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? പെട്ടെന്ന് കുറേ അറിഞ്ഞുകൊടുത്ത ആളുകൾക്കിടയിൽ കുറച്ച് നാളുകൾ പോയി താമസിക്കും. എൻ്റെ സീസണിൽ എല്ലാവരും അത്യാവശ്യം അറിയാവുന്നവരായിരുന്നു. ഏതെങ്കിലുമൊക്കെ തരത്തിൽ നമുക്കറിയാവുന്ന ടീമുകളാണ് ആ സീസണിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കോവിഡിൻ്റെ ടൈം കൂടിയായിരുന്നു. പിന്നെ അതിനുശേഷം വന്ന സീസണിലൊക്കെ നമുക്കറിയാം ഏതെങ്കിലും തരത്തിൽ. 24 വർഷത്തെ മാധ്യമ പ്രവർത്തനം വഴി ഏതെങ്കിലും തരത്തിൽ അറിയാവുന്നവരായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാം നല്ല ടീമുകളായിരുന്നു. പിന്നെ അതിനകത്ത് നിൽക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായി ഫൈറ്റ് ചെയ്ത് പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ തോറ്റുപോകും എന്നത് വരുമല്ലോ. അപ്പൊ ഇവർ ചോദിക്കും, പിന്നെ നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ പോയിട്ട് കട്ടിലും സോഫയിലും ആയിട്ട് കിടന്നതല്ലേ ഉള്ളൂ എന്നൊക്കെ. 96 ദിവസം ഞാൻ അവിടെ നിന്ന് കാട്ട ഫൈറ്റ്. എന്റെ സ്പെഷ്യൽ സ്ട്രാറ്റജി ആയിരുന്നു സോഫ നമ്മൾ സത്യം മറന്നിരിക്കുവായിരുന്നു. അവർക്ക് ഇഷ്ടമുള്ള കണ്ടന്റ് ഉണ്ടെന്ന് തോന്നുന്ന മാത്രമേ അവർ എഡിറ്റ് ചെയ്തിട്ടുള്ളൂ. ഒരു മണിക്കൂർ കൊണ്ട് ഒരു ദിവസത്തെ കംപ്ലീറ്റ് എപ്പിസോഡ് കാണാൻ പറ്റത്തില്ല. അല്ല, അവിടെ ഒരു ദിവസം നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് പുറത്തറിയാൻ പറ്റത്തില്ല. അല്ല, നമ്മുടെ സീസണിന് ശേഷം 24/7 ലൈവ് ഒക്കെ വന്നു. അത് ഓൾറെഡി ആ സമയം മുതലുണ്ട്. ഞാനിരുന്ന് ലൈവായിട്ട് കണ്ടിട്ടുള്ളതാണ്. എനിക്കൊരിക്കൽ വന്നിട്ടുള്ള സെക്കൻഡ് സീസണിൽ, അതായത് നമ്മുടെ വീണ ചേച്ചി, ആര്യ ബെഡായി ഇവരൊക്കെ ഉണ്ടായിരുന്ന സീസണിൽ എനിക്ക് ഇന്റർവ്യൂവിന് പോയതാണ്. പക്ഷെ നമ്മുടെ ടെലിവിഷൻ ക്രിക്കറ്റ് ലീഗ് ഉണ്ടല്ലോ, എല്ലാ വർഷവും ഇവിടെ അത് കളിച്ച് ശബ്ദമെല്ലാം പോയി, പനിയായില്ല, ശബ്ദമെല്ലാം പോയി, ഒരു ചുമയും ബാക്കി ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ. ആ സമയത്ത് ഇന്റർവ്യൂവിന് ഞാൻ പോയിട്ടുണ്ട്. ഇവിടെ നമ്മളെ പുളിയർപ്പണ ഓഫീസിൽ പോയിട്ടുണ്ട്. പക്ഷെ ഈ ഒരു അവിടെ അവരെ ഹെൽത്ത് കണ്ടീഷൻ കൂടെ നോക്കുമല്ലോ, അതനുസരിച്ചിലേക്ക് ഹെൽത്ത് കണ്ടീഷൻ മാത്രമല്ല നമ്മളെ ഒരു കാര്യമായിട്ട് പഠിച്ചിട്ടൊക്കെ ആയിരിക്കും. ഈ സീസണിലേക്ക് പോകുന്ന ഒരുപാട് പേര് കഴിഞ്ഞ സീസണിൽ പറഞ്ഞിട്ട് പിന്നെ എല്ലാവരും നിനക്ക് മെസ്സേജ് ഇട്ടാണോ പോകുന്നതെന്ന് ചോദിച്ചു. ഈ സീസണിൽ പോകുന്നതിൽ കുറച്ച് പേരൊക്കെ എനിക്ക് മെസ്സേജ് ഇട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. പറഞ്ഞ പോലെ ഒരു നല്ല പ്ലാറ്റ്ഫോമാണ്. നമ്മളിത് ആദ്യത്തെ 35 ദിവസങ്ങളാണ് നിങ്ങളുടെ കളിയുടെ കഥാഗതിയെ നിയന്ത്രിക്കുന്നത്. ഈ 35 ദിവസങ്ങളിൽ നിങ്ങൾ നോക്കി കളിച്ചാൽ പിന്നെ എന്നെ പോലെ റെസ്റ്റ് ചെയ്ത് 96 ദിവസം അപ്പൊ നിങ്ങൾ ഈ 35 ദിവസം നിങ്ങൾ എന്താ കളിച്ചു? അല്ല, നമ്മൾ നമ്മുടെ കൂടെ മത്സരിക്കുന്നവരെ ഒബ്സർവ് ചെയ്ത് ഏറ്റവും നന്നായിട്ട് അവരുടെ ബലഹീനതകളെ മനസ്സിലാക്കി വെച്ചിരുന്നാൽ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് ആക്രമിക്കേണ്ടി വന്നാൽ ആക്രമിക്കാം. പിന്നെ ഇത് മറ്റേ കൂട്ടത്തിലെ നന്മമരത്തിനെ കണ്ടെത്താനുള്ള ഷോ ഒന്നുമല്ല. ഒരു 19-20 പേര് മത്സരിക്കുന്നു. ആ കൂട്ടത്തിലെ ഏറ്റവും തക്കിട തരികിടയായിട്ടുള്ള ഒരാളാണ് ബിഗ് ബോസ് വിന്നറായിട്ട് മാറാനുള്ള സകല യോഗ്യതയുള്ളത്. സ്വാഭാവികമായിട്ടല്ലേ? എല്ലാവരും പരസ്പരം ഫൈറ്റ് ചെയ്യുന്ന 18-19 പേര്.
അതിൽ നിന്ന് ബാക്കി 19 പേരെ തോപ്പിച്ചിട്ട് വിന്നർ ആകണമെങ്കിൽ അവൻ ചെറിയൊരു കഴിവുള്ളവനായ പോലെ. തരികിട വേണമെന്നാണ് പറയുന്നത്. അപ്പൊ മിഥുചേട്ടൻ പോണ്ട, മിഥുചേട്ടൻ പാവമാണ്, മിഥുചേട്ടൻ പോണ്ട. എല്ലാ തരത്തിലുള്ള ശേഷിയാണല്ലോ അവർ പറഞ്ഞ പോലെ ജഡ്ജ് ചെയ്യുന്നത്. നമ്മളൊരു സമൂഹത്തിൽ എങ്ങനെ നിലനിൽക്കുന്നു, ഫൈറ്റ് ചെയ്യുന്നു, കയറി വരുന്നു എന്നുള്ളതാണ് അവർ നോക്കുന്നത്.